സാമ്പാറിൽ മല്ലിയില ഇടുമ്പോ ഒരു പ്രത്യേക മണം ഉണ്ടാവും. അത് മഹേട്ടന് വലിയ ഇഷ്ടാ. അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാനിതുവരെ അതറിയാതെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഇനി ഓർത്തോളാം. കുട്ടി ആരോടാ ഈ സംസാരിക്കുന്നേ? അത് ഞാൻ തനിയെ ഓരോന്ന് പറയുന്നതാ. അത് നല്ലതാ. നാട്ടുകാരുടെ മുന്നിൽ നിന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചാലേ നിനക്ക് വട്ടാണെന്ന് മറ്റുള്ളവർ കരുതും തന്നെ. അതെ, നിന്ന് ചമ്മാതെ വേഗം വാങ്ങിട്ട് വന്നു. ശരി. പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടി വാങ്ങിച്ചു. രണ്ടും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന തോരൻ മഹേട്ടന് വലിയ ഇഷ്ടാ. ചേട്ടാ, 1 കിലോ ക്യാബേജും ക്യാരറ്റും കൂടി വേണം. ശരി, എടുക്കാം. ഞാൻ പോവാണേ. അതെ, തനിയെ നിന്ന് സംസാരിക്കണ്ട കേട്ടോ. ശരി. എന്താ? ഒന്നുമില്ല. തനിയെ പറഞ്ഞതാവൂല്ലേ? സീമ ഇന്ന് വന്നില്ലേ? സീമേച്ചി ഇന്ന് വരാൻ കുറച്ച് താമസിക്കും. സാമ്പാറിന്റെ മണമാണോ ഇത്? ഇന്നെന്താ ഇത്ര പ്രത്യേകത? ഇന്ന് സീമേച്ചി ഇല്ലല്ലോ, ഞാൻ പിന്നെ കഴിച്ചോളാം. മാളു, നിങ്ങൾ കഴിക്കേ. അതെ, ഗംഗ കൂടി ഇരുന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് എടുക്കാൻ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വരില്ലേ? അത് ശരിയല്ല. ഇതാ നല്ലത്. അതെ, നാത്തൂൻ പറഞ്ഞത് വളരെ ശരിയാ. ഇതെന്താ ഇങ്ങനെ? ഇതിന് ഗൗരി ഉണ്ടാക്കുന്ന അതേ രുചിയാണല്ലോ. അതെങ്ങനെ ഗംഗ ഉണ്ടാക്കിയ പോന്നു? ഗംഗയ്ക്ക് എങ്ങനെ ആ കൈപുണ്യം കിട്ടി? ആഹാരം എങ്ങനെയുണ്ട് മഹിയേട്ടാ? കുഴപ്പമില്ല. മഹേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും രുചിയുണ്ടായിട്ടും മഹേട്ടൻ നല്ലതാണെന്ന് പറഞ്ഞില്ലല്ലോ. അവൾക്കത് വിഷമമായി, എനിക്കത് സന്തോഷമായി. മഹേട്ട, ഇത് നല്ല രുചിയുണ്ട് ഗംഗേ. എനിക്ക് ഒത്തിരി ഇഷ്ടായി. നീയല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. അതെന്താ? ഗംഗ നിന്റെ ആളല്ലേ, അപ്പൊ സത്യം പറയില്ലല്ലോ. പക്ഷേ ഞാൻ മുഖത്ത് നോക്കി സത്യം പറയും. സാമ്പാർ അത്ര അങ്ങ് ശരിയായില്ല. ചട്നിക്കാണെങ്കിൽ എന്തോ ഒരു ചൊവയും. പിന്നെ ഉച്ചവരെ വിശക്കാതിരിക്കണമല്ലോ എന്ന് കരുതി ഇങ്ങ് കഴിക്കുക. ശ്രേയ, 2 ഇഡ്ഡലി ഇങ്ങടുത്തെ. ഇത്തിരി സാമ്പാറും ആ ചട്നിയും കൂടെ. കറി കൊള്ളില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കുന്നേ? ഞാനേ മരുന്ന് കഴിക്കുന്നോണ്ട് ആഹാരം നന്നായി കഴിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടേ ഇഡ്ഡലിയൊക്കെ ഞാൻ വെറുതെ വിഴുങ്ങുക.
ഗംഗെ നോക്കി നിൽക്കാതെ എല്ലാം എടുത്തോണ്ട് വാ. ഗംഗേ, ആ ഗൗരി ചേച്ചി. പതുക്കെ. നീ വിഷമിക്കണ്ട. ആഹാരം എല്ലാവർക്കും ഇഷ്ടായി. പ്രത്യേകിച്ച് മഹിയേട്ടന് ഒത്തിരി ഇഷ്ടായി. ഇപ്പൊ തന്നെ 5 എണ്ണം കഴിച്ചു. എല്ലാവരും നിന്നെ വിഷമിപ്പിക്കാൻ നുണ പറയുന്നതാ. നീ അതൊന്നും കേട്ട് സങ്കടപ്പെടരുത്. സന്തോഷായിട്ടിരിക്കണം. ശരി ചേച്ചി. ഗംഗയോട് എല്ലാം തുറന്ന് സംസാരിക്കുന്നതല്ലേ നല്ലത്. മനസ്സിൽ സംശയം വെച്ച് പെരുമാറുന്നത് നല്ല കാര്യമല്ല. അതെൻ്റെ മനസ്സിനെയും ചുറ്റുമുള്ളവരെയും അലോസരപ്പെടുത്തുകയുള്ളൂ. ഒരു കത്തുണ്ട് സർ. കത്തോ? കത്തല്ല, ഫോൺ ബില്ല. ഗംഗ എവിടെയല്ലേ സർ താമസം? അതെ. ഗംഗയുടെ ഫോൺ ബില്ല. പഴയ അഡ്രസ്സിൽ നിന്ന് തിരിച്ചു വന്നതാ. അവിടെ ആളില്ലാത്തതുകൊണ്ട് റീഡയറക്റ്റ് ചെയ്ത് വിട്ടതാ. ഓ ഓക്കെ. നിങ്ങൾ പുതിയ പോസ്റ്റ്മാനാണോ? മുമ്പ് ഇവിടെ ചന്ദ്രൻ ചേട്ടനായിരുന്നു. അതെ. ചന്ദ്രന് സുഖമില്ല, ലീവില. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഞാൻ ഈ ഏരിയ നോക്കുന്നേ ഉള്ളൂ. ശരി. എന്താ നിങ്ങളുടെ പേര്? സുധീർ. ആ ശരി സർ. ശരി. ഗംഗ ഇമെയിലും ഇൻ്റർനെറ്റും ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ബില്ല് വരുന്നതാവും. ഇതിൽ കോൾ ഡീറ്റെയിൽസ് കാണുമല്ലോ. ഒരു നമ്പറിലേക്ക് കുറേ ലോങ് കോൾസ് ഉണ്ടല്ലോ. ഇതാരുടെ നമ്പർ? സമയം നകുലുമായി സംസാരിക്കുന്നുണ്ടോ? അപ്പോ ഞാൻ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണോ? തിരുമേനിക്ക് എന്നെ മനസ്സിലായോ? ഗംഗയല്ലേ? അതെ. താനെന്താടോ ഇവിടെ? ഞാൻ തിരുമേനി ഒന്ന് കാണാൻ വന്നതാ. ശ്രീമഹേശ്വരന്റെ മഹാഭക്തിയായ ഗംഗയ്ക്ക് ഞാൻ എന്ത് സഹായം ചെയ്തു തരാനാ? മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ സാക്ഷാൽ പരമേശ്വരൻ തന്നെ വന്ന് എന്ത് സഹായവും ചെയ്തു തരില്ലേ? അത്രയ്ക്ക് അനുഗ്രഹമുള്ള കുട്ടിയല്ലേ താൻ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാ തിരുമേനി.
ഞാൻ എപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. എന്താടോ, എന്താ പ്രശ്നം? അത് എന്റെ വിവാഹം ഈ അടുത്ത് കഴിഞ്ഞിരുന്നു. ജാതകപ്പുറത്ത് നോക്കി ശാന്തി മുഹൂർത്തെങ്കിലും ദോഷമില്ലാത്തൊരു ദിവസത്തിലേക്ക് ആക്കുന്നതാവും നല്ലത്. ഈ വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഈ കുട്ടിയെ വിധവയാക്കും. സുഖമില്ലേ? നിനക്കെന്താ പറ്റി? എന്ത് പറ്റി? നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ ശിവപാർവതിമാരെ പോലെ പൊരുത്തമുള്ളതാണ്. മഹേട്ടന് എന്തിനെങ്ങനെ ടെൻഷനാവുന്നേ? ഞാൻ മറ്റാരും അല്ലല്ലോ, മഹേട്ടന്റെ ഭാര്യയല്ലേ. ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥയില് എനിക്കൊരു സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല. ശ്രേയയുടെ ബാധ ഒഴിപ്പിക്കാൻ നാരായണ ഭട്ടതിരി വരുന്നു എന്ന് പറഞ്ഞാ ആർക്കും അതിനെതിര് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് ആ കുട്ടിയുടെ ദേഹത്ത് ശരിക്കും ബാധയുണ്ടോ? ഇല്ല, പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരം കാണിക്കുക. ശരി, എങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ ബാധ ശരിക്കും ഒഴിപ്പിച്ച് ഒരു പാഠം തന്നെ പഠിപ്പിക്കാം. എന്താ? ഈ നാരായണ ഭട്ടതിരി നേരിട്ടെത്തി ആ കുട്ടിയുടെ ബാധ ഒഴിപ്പിക്കുമെന്ന് ധൈര്യമായി പറഞ്ഞോളൂ. ഇങ്ങനൊരു സഹായം ചെയ്യാൻ തിരുമേനി വലിയ മനസ്സ് കാണിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. ആ, ജാനകി അമ്മയുടെ കൊച്ചുമോൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു കൊച്ചു സഹായമാണെന്ന് കരുതിയാൽ മതി. ഗംഗ ഇപ്പോഴും അമ്പലമുറ്റത്ത് ഓടിക്കളിച്ച് നടക്കുന്ന ആ കുഞ്ഞു കുട്ടിയായിട്ടാ ഇപ്പോഴും എന്റെ മനസ്സിലുള്ളത്. നിനക്ക് ഈ സഹായം ചെയ്തു തന്നില്ലെങ്കിൽ ഭഗവാൻ എന്നോട് നീരസമാവും. ഭഗവാന്റെ തിരുജടയിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാ ഗംഗ. ആ പേരല്ലേ ഈ കൊച്ചു ഗംഗയ്ക്കും. ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ, ഞാൻ എത്തിക്കൊള്ളാം. സമയമൊന്ന് അറിയിച്ചാൽ മതി. വീട്ടിലെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ട് ഞാൻ അറിയിച്ചോളാം. ആ ശരി, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ തിരുമേനി. ആ, അങ്ങനെ ആവട്ടെ. ശരി. നകുൽ, ഹലോ. അടുത്ത ബോംബ് അവിടെ പൊട്ടിയിട്ടുണ്ട്. ആണോ? ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതൊക്കെ നടക്കേണ്ട സമയത്ത് മുറ പോലെ നടക്കുന്നുണ്ട്. കണ്ണും കാതും തുറന്ന് ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്നാലേ സംഭവങ്ങൾ അറിയൂ. ചുമ്മാ തള്ളാതെ. എന്താ നടന്നതെന്ന് പറ നകുൽ. ഇതോടെ മഹിയുടെ മനസ്സ് തകർന്ന് തരിപ്പണായിട്ടുണ്ട്. തകരട്ടെ. ഓ, മനസ്സിൽ ഞാൻ ഇല്ലാത്തടത്തോളം അത് തകരുന്നത് തന്നെയാ നല്ലത്. മഹിയേട്ടന്റെ മനസ്സിൽ നിന്ന് ഗംഗ പൂർണ്ണമായും പോണം. അവര് തമ്മിൽ അകലണം. അങ്ങനെ സംഭവിച്ചിട്ട് വേണം ഗംഗ എനിക്ക് അവിടുന്ന് കൊണ്ടുപോകാൻ. എത്രയും പെട്ടെന്ന് അത് ചെയ്യണം നകുൽ. ആ പ്രതീക്ഷയില്ല ഞാനിപ്പോ ജീവിക്കുന്നത് തന്നെ. ഉറപ്പായി ഞാനത് ചെയ്തിരിക്കും. ഓക്കെ, ശരി. ഇവിടെ പൂജ നടത്തണമെന്ന് ഞാൻ പറഞ്ഞാ അതാരും സമ്മതിക്കില്ല. പക്ഷെ പൂജ നടത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ശ്രേയ ചീനിയും മഹേട്ടനെ ശല്യം ചെയ്യും. അത് അനുവദിക്കാൻ പറ്റില്ല. ഗംഗേ, ഗൗരി ചേച്ചി, ഗംഗ എന്തോ വലിയ ആലോചനയിലാണല്ലോ. അത് ഞാൻ ശ്രേയയുടെ നാടകം കളി അവസാനിപ്പിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ അത് അവരെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കാന്നുള്ള വഴി ആലോചിക്കുക.
എന്ത് ചെയ്യാനാ പ്ലാൻ? പടിഞ്ഞാറ്റല്ലത്തെ നാരായണ ഭട്ടതിരിയെ ഞാൻ പോയി കണ്ട് സംസാരിച്ചിരുന്നു. തിരുമേനി എല്ലാ സഹായവും ചെയ്യാന്ന് സമ്മതിക്കുകയും ചെയ്തു. ശ്രേയച്ചയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാൻ ഒരു പൂജ നടത്തി ശ്രേയച്ചയുടെ കള്ളക്കളികൾ അവസാനിപ്പിക്കണം. പക്ഷേ അതിന് അവര് സമ്മതിക്കാതെ ആ പൂജ ഇവിടെ നടത്താൻ സാധിക്കില്ലല്ലോ. മഹിയേട്ടൻ പറഞ്ഞ അവര് സമ്മതിക്കും. സമ്മതിക്കും. പക്ഷേ മഹിയേട്ടോട് ഞാൻ പറയാന്ന് വിചാരിച്ച ഇപ്പോഴത്തെ മഹിയേട്ടന്റെ രീതികള് ഗൗരിച്ചേച്ചിക്ക് അറിയില്ലേ? എന്നോട് എന്തോ പിണക്കുള്ളതുപോലെയാ പെരുമാറുന്നത്. മാളുവിനെ കൊണ്ട് പറയിച്ചാലോ? മാളു പറഞ്ഞ മഹിയേട്ടൻ അനുസരിക്കും. അതിന്റെ കൂടെ ഞാനും പറയാം. എങ്കിൽ അങ്ങനെ ചെയ്തോ. ശരി ചേച്ചി. പിന്നെ അതിനു മുൻപ് ഗംഗ മഹിയേട്ടനോട് സംസാരിച്ച് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താന്ന് മനസ്സിലാക്കണം. മഹിയേട്ടന്റെ മനസ്സിൽ എന്തോ കയറിക്കൂടിയിട്ടുണ്ട്. അത് ആരെങ്കിലും എന്തെങ്കിലും മനഃപൂർവ്വം നുണ പറഞ്ഞു കൊടുത്തതാവാനാണ് സാധ്യത. അതെന്താണെന്ന് അറിയണം. ഞാൻ ചോദിച്ചിട്ട് മഹിയേട്ടൻ പറഞ്ഞില്ലെങ്കിലോ? ഗംഗ ഒന്ന് നിർബന്ധിച്ച് നോക്കിയാ മഹിയേട്ടൻ പറയാതിരിക്കില്ല. മുൻപ് ഞാൻ ഈ രീതിയിൽ പെരുമാറിയപ്പോ മഹിയേട്ടൻ പല പ്രാവശ്യം എന്നോട് കാരണം ചോദിച്ചിട്ടും എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറയാതിരുന്നതിന്റെ കാരണം ചേച്ചിക്ക് അറിയാലോ. എനിക്ക് അതിനുള്ള സാഹചര്യമോ അവസ്ഥയോ ഇല്ലായിരുന്നു. മഹിയേട്ടന്റെ അമ്മ ഞാൻ കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് എന്നെ വിലക്കിയിരുന്നു. അതിന് തക്കതായ കാരണങ്ങൾ പറഞ്ഞെന്നെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതുപോലെ മഹിയേട്ടനെയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞിരിക്കുകയാണെങ്കിലോ? മഹിയേട്ടന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും വേണ്ട. മഹിയേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും സംശയമോ ചോദ്യമോ കയറിക്കൂടിയ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാനും സത്യം അറിയാനും മഹിയേട്ടൻ ശ്രമിക്കും. ഗംഗ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം മഹിയേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് മാളുവിനെ കൊണ്ട് പൂജയുടെ കാര്യം സംസാരിപ്പിക്കാം. ശരി ചേച്ചി, അങ്ങനെ ചെയ്യാം. നിങ്ങൾ എന്നെ എങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അതില്ലാതെ വെറുതെ കേസ് ഫയൽ ചെയ്താലൊന്നും കുട്ടിയെ വിട്ടിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്റെ മോള് മരിച്ചത് മഹി കാരണമാണെന്ന് ഈ ലോകത്തെല്ലാവർക്കും അറിയാം. പക്ഷേ അത് കോടതിക്ക് മാത്രം ബോധ്യപ്പെട്ടിട്ടില്ല. അതെന്തിനായോ? മതിയായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് കോടതിക്ക് അത് ബോധ്യപ്പെടാത്തത്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതല്ല നമ്മൾ ചെയ്തതല്ലേ. അവസാന നിമിഷം വരെ നമ്മൾ വിജയിക്കുമെന്ന വക്കീലും പറഞ്ഞതല്ലേ. എന്നിട്ടാണ് കോടതി അവരെ വെറുതെ വിട്ടത്. കേസ് തോറ്റു കഴിഞ്ഞാൽ വെറുതെ ന്യായം പറയില്ല വക്കീലെ. ഞാൻ അന്നും പറഞ്ഞതാണ്, നമുക്ക് വിശ്വസനീയമായ സാക്ഷികളൊന്നുമില്ല. നമ്മൾ വാദിച്ചുണ്ടാക്കുന്ന സാഹചര്യ തെളിവുകൾ മാത്രമാണ് നമുക്കൊരു രക്ഷയെന്ന്. നമ്മുടെ നിർഭാഗ്യത്തിന് കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് കേസ് നമ്മൾ തോറ്റു. അതുകൊണ്ടല്ലേ നമ്മൾ മേൽക്കോടതിയിൽ അപ്പീലിന് പോയത്. അതെന്തെങ്കിലും ആവട്ടെ, മനുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ. മാളു ആ കുട്ടിയുടെ സ്വന്തം അച്ഛന്റെ കൂടെയാണ് കഴിയുന്നത്. ആ കുഞ്ഞിനെ നോക്കാനാണ് അയാൾ കല്യാണം കഴിച്ചതെന്ന് വരെ വാദിച്ചെന്നിരിക്കും. ആ വീട്ടിൽ അച്ഛന്റെയും രണ്ടാം ഭാര്യയുടെ ഒപ്പം മാളുവിന്റെ ജീവിതം സുരക്ഷിതമല്ലെന്ന് തെളിയിക്കാതെ നമുക്ക് വേറെ വഴിയില്ല. അങ്ങനൊരവസ്ഥ അവിടെ ഇല്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. കോടതി അത് ബോധ്യപ്പെടുത്തണം. എന്നാലേ രക്ഷയുള്ളൂ. മഹേട്ടാ, എന്താ മഹേട്ടനത് എങ്ങോട്ടാ പോകുന്നത്?
എനിക്കൊന്ന് രണ്ടുപേരും അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യാനുണ്ട്. എനിക്ക് മഹേട്ടനോടൊന്ന് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല. മഹേട്ടന് എന്താ പറ്റിയത്? എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്തായാലും കാര്യം പറയേ. എന്തു പറയാൻ? എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞല്ലോ. അല്ല, എന്തോ ഉണ്ട്. മഹേട്ടന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. മഹേട്ടന്റെ മനസ്സിൽ എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. അതുകൊണ്ടാ എന്നെ അവഗണിക്കുന്നത്. കല്യാണം കഴിഞ്ഞ സമയത്ത് മഹേട്ടനോട് ഞാൻ അകലം കാണിച്ചു. അതിന് പക്ഷേ എന്റേതായ കാരണങ്ങളും ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ സ്വയം മാറി മഹേട്ടനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്നെ അകറ്റി നിർത്തുന്ന എന്തിനാ? ശരിയാ, കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എന്നോട് അകൽച്ച കാണിച്ചു. അതിന് നീ ഒരു കാരണവും പറഞ്ഞു. മുത്തശ്ശിയെ ഞാൻ വേദനിപ്പിച്ചതിൻ്റെ സങ്കടം കൊണ്ടാണെന്ന്. പക്ഷേ അതുതന്നെയാണോ യഥാർത്ഥ കാര്യമെന്നാ ഇപ്പം എൻ്റെ സംശയം. മഹേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എൻ്റെ മനസ്സിൽ നകുലാണോ?